ആദ്യഘട്ടമായിട്ട് നമ്മൾ 226 കുട്ടികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. സമയത്ത് പുതിയൊരു ചലഞ്ച്, റീയൂസ് ചലഞ്ച് എന്ന് പറയുന്ന ചലഞ്ചുമായിട്ട് ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വിശദീകരിക്കാൻ നമ്മോടൊപ്പം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയാണ്. എന്തെങ്കിലും 3 ഐറ്റംസ് അവർ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച് തന്നെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ഉള്ള ലിസ്റ്റ് അയച്ചാൽ നമ്മൾ അവർക്ക് ഗിഫ്റ്റ് കൈമാറും. സോ നമ്മൾ ഒരു പുതിയ സ്കൂൾ വർഷം തുടങ്ങുമ്പോൾ എല്ലാ സാധനങ്ങളും പുതിയതായിട്ട് മേടിച്ച് കൊണ്ടുപോകുന്നുള്ളത് എല്ലാ കുട്ടിയുടെ ആഗ്രഹമാണ്. പക്ഷേ ആ കുട്ടിയുടെ ആഗ്രഹം നമ്മൾ നിറവേറ്റി കഴിയുമ്പോൾ ആ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച സാധനങ്ങൾ എങ്ങോട്ട് പോകുന്നുള്ളത് ആ കുട്ടി ചിന്തിക്കത്തില്ല. പക്ഷേ അത് നമ്മൾ പേരൻസ് ചിന്തിക്കണം, പിന്നെ ആ കുട്ടിക്കും അത് പറഞ്ഞു കൊടുക്കണം. അത് തന്നെ ഒരു ചാലഞ്ചായിട്ട് ഒരു ഗെയിം ആയിട്ടാകുമ്പോൾ കുട്ടിക്ക് ഇഷ്ടപ്പെടും. സോ ആ കുട്ടിയെ എൻവയൺമെന്റലി കോൺഷ്യസ് ആയിട്ട് ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് മാറ്റിയെടുക്കുകയാണ്. ഇത് ചുമ്മാ ഒരു വർഷം കഴിഞ്ഞ് വലിച്ചെറിയുമ്പോൾ ആ മൊത്തം ലേബറും നമ്മൾ ഒരു അത്ര വാല്യൂ ചെയ്യാത്തതുപോലെ ഉണ്ടാവും. സോ ഇത് ഒരു ചെറിയ സംഭവമല്ല, ആ കുട്ടി ചെയ്യാൻ പോകുന്നത് വലിയ ഒരു വർക്ക് ഫോഴ്സിലേക്ക് കിട്ടാൻ പോകുന്ന ഒരു അംഗീകാരമാണ്, നമ്മുടെ എൻവയൺമെൻറ്റിൽ കിട്ടാൻ പോകുന്ന ഒരു സംരക്ഷണമാണ്. ഓരോരോ കാര്യം നമുക്ക് കിട്ടുമ്പോഴും അതിൻ്റെ പുറകെ അധ്വാനിക്കുന്ന ഒത്തിരി ആൾക്കാർ കാണും. ആ അധ്വാനത്തിനെ കൂടി നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ട് ആ അധ്വാനം എത്ര വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത് ഉപയോഗിക്കണം.